ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവിനുള്ള റിപ്പോർട്ട് തേടിയ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ഉത്തരവ് നൽകി. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ.എസ്. ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി.ജി. അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ.വി. രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത്. വിശദാംശങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, ഈ വിഷയത്തിൽ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കാൻ ഇരിക്കെ അതിന് തൊട്ടു മുമ്പാണ് വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ കണ്ണൂരിലെ പ്രധാനപ്പെട്ട 3 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി തന്നെ തീരുമാനമെടുത്തിട്ടുള്ളത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? നിലവിൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർക്ക് തടവ് ശിക്ഷയിൽ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പല ഘട്ടങ്ങളിലായി വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ച് പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും ആ പ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാടാണ് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന ആക്ഷേപമായിരുന്നു വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നത്. ഏറ്റവും പ്രധാനം എന്നെടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ ശിക്ഷാവിധിയിൽ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് കെ രമ തന്നെ നേരിട്ട് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഇത്തരമൊരു പ്രശ്നം നിലനിൽക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ തന്നെ നേരിട്ട് ഈ ഒരു വിഷയത്തെ ലഘൂകരിച്ചുകൊണ്ട് അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ തുടർന്ന് ഇന്ന് സബ്മിഷന് നൽകാൻ ഈ വിഷയം വീണ്ടും സബ്മിഷനായി ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിക്കുന്നതിനിടയിലാണ് ധൃതിപ്പെട്ട് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവിലേക്ക് കടന്നിരിക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട നിയമപരമായ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഗവർണർക്ക് കെ രമ തന്നെ നേരിട്ട് ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. ഈ പ്രതികളെ ശിക്ഷാ ഇളവ് നൽകാനുള്ള നടപടി സർക്കാർ നടത്തുന്നു, ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന തരത്തിലായിരുന്നു പ്രതിപക്ഷവും കെ രമയും നേരിട്ട് ഗവർണർക്ക് പരാതി നൽകിയത്. ആ പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും സബ്മിഷനായി സഭയിൽ ഈ വിഷയം ഉന്നയിക്കാനിരിക്കുന്നത്. ആ സമയത്താണ് സർക്കാർ ധൃതി പിടിച്ച് ഈ ഒരു സസ്പെൻഷൻ നടപടി നടത്തിയത്. ഈ സസ്പെൻഷൻ നടപടിയിലൂടെ മുഖം രക്ഷിക്കാനുള്ള ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ.എസ്. ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 ബി.ജി. അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ.വി. രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു നീക്കം, അത്തരത്തിലുള്ള ഒരു ഉത്തരവ് മുഖ്യമന്ത്രി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിനീഷ്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സർക്കാരിന്റെ കൂടി താല്പര്യം ഇതിലുണ്ടായിരുന്നല്ലോ. പി ജയരാജൻ അധ്യക്ഷനായുള്ള ജയിൽ ഉപദേശക സമിതിയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. അതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ ഒരു റിപ്പോർട്ട് തേടി എന്ന് മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥരെ പാർട്ടി അല്ലെങ്കിൽ സർക്കാർ ബലിയാടാക്കി എന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായിട്ടും സർക്കാർ പൂർണ്ണമായും ഈ ഉദ്യോഗസ്ഥരുടെ മേൽ പഴിചാരിക്കൊണ്ട് മുഖം രക്ഷിക്കാനുള്ള ഒരു സമീപനം, ഈ വിഷയം വിവാദമായതോടുകൂടി മുഖം രക്ഷിക്കാനുള്ള ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ ഒരു ശുപാർശ നൽകാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ശിക്ഷാ ഇളവിനുള്ള ശുപാർശ പാർട്ടി നേതാക്കളുടെ ഭാഗത്തുനിന്ന് പോലീസ് സൂപ്രണ്ടിന് അതിശക്തമായ സമ്മർദ്ദമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമപരമായ നടപടികളുടെ ഭാഗമായി ടി.പി. ചന്ദ്രശേഖരന്റെ ബന്ധുക്കളിൽ നിന്നും കെ രമ എം.എൽ.എ. ഉൾപ്പെടെയുള്ള ഭാര്യയായ കെ രമ എം.എൽ.എ. ഉൾപ്പെടെയുള്ളവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഈ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം അടുത്ത നടപടിയിലേക്ക് കടക്കാനിരിക്കുന്നതിനിടയിലാണ് ഈ വിഷയം വിവാദമായത്. തുടർന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥരെ നിലവിൽ മുഖ്യമന്ത്രി തന്നെ ബലിയേടാക്കി എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണ വിധേയമായി ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി ഇറക്കിയ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുന്നത്. തീർച്ചയായും വളരെ വ്യക്തമാണ്. ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ ശിക്ഷാ ഇളവ് നൽകാനുള്ളതിൽ ശുപാർശ നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ 3 പേരെ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു.